ഹായ്, ഇന്ന് നമ്മൾ ഒരിടം വരെ പോവുകയാണേ. ഇത് ജനിച്ചു കഴിഞ്ഞപ്പം തൊട്ടേ ഞാൻ പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. കുഞ്ഞിനുമായിട്ട് പോകണമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ ആൾക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ബസ്സിൽ ആൾക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പാടാണ്. പിന്നെ നമ്മൾ കാറിൽ പോകാമെന്ന് വെച്ചാൽ വൺ സൈഡ് തന്നെ നല്ല ദൂരമുണ്ട്, അതിന് തിരിച്ചും വരണമല്ലോ. അപ്പോൾ പിന്നെ ഭയങ്കര പാടാട്ടോ. പിന്നെ ആൾക്ക് കാലിന് വേദനയൊക്കെ കൂടുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അവസാനം ഞാൻ വിചാരിച്ചു ബസ്സിൽ ഞാൻ പോയിട്ട് വരാമെന്ന്. അന്നേരം അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഇന്നലെ തലേന്ന് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ കുഞ്ഞ് ഞങ്ങളെ ബസ് കയറ്റി വിടാൻ കൊല്ലത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് മൂന്ന് മണിക്കായിരുന്നു ബസ്. നമ്മൾ ചെന്ന ഉടനെ ബസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ദാ ഇങ്ങോട്ടാട്ടോ വന്നത്, അതായത് കൃപാസനത്തിലോട്ടാട്ടോ വന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ, ഞാൻ വന്ന സമയത്തുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ഇടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ രാവിലെ വന്നു. ഉടമ്പടി എനിക്ക് പുതുക്കാനാണ് കേട്ടോ. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉടമ്പടി തീർന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് അമ്മ മാതാവ് തന്ന കുഞ്ഞാണ് എന്നുള്ളൊരു മനസ്സിനകത്ത് ആ ഒരു വിശ്വാസമുണ്ട്. ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസും ചിലപ്പോൾ പോസിറ്റീവ് കമൻസും ഒക്കെ വന്നേക്കാം. വിശ്വാസമുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അല്ലാത്ത ആൾക്കാർ വിശ്വസിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്കൊരു വിശ്വാസമുണ്ട്, അത് വെച്ചിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളവിടെ പള്ളിയിൽ വന്നിട്ട് പിന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് കയറി പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഒരു റെസിപ്റ്റ് കിട്ടും കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ബ്രെഡും ജാമും പുരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഋതുവിന് ഞാൻ പിന്നെ പഴം, അതായത് ഏത്തയ്ക്ക പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കടയിൽ കയറി ചായയും വാങ്ങിച്ചു, ബ്രെഡൊക്കെ കഴിച്ചു. ഋതുവിനും ഉള്ള ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഒരു പേനയ്ക്ക് വേണ്ടി നടക്കായിരുന്നു. നമുക്ക് പേന അത്യാവശ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് നമുക്കവിടെ എഴുതാനൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാനൊരു പേന എന്തായാലും തപ്പിപ്പിടിച്ച് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അത് കയറി ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഋതു എന്തായാലും കുറച്ച് സമാധാനത്തോടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആൾ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ താഴെ വന്നപ്പോഴത്തേക്കും പിന്നെ പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോഴത്തേക്കും അമ്മയായിരുന്നു കേട്ടോ ഋതുവിനെ പിടിച്ചിരുന്നത്. അങ്ങനെ അവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് സമയം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ സാക്ഷ്യമൊക്കെ പറഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് സമയം ആയാലോ എന്ന് കരുതി. അതും ഋതു പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കരുതി ഇനി വരുമ്പം നമുക്ക് സാക്ഷ്യം പറയാം. പക്ഷെ നമ്മൾ അവിടെ അവിടെ ചെന്നിട്ട് ഒരു പേപ്പറിനകത്ത് നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. എന്നിട്ട് അവരോട് നമ്മൾ പറയുമ്പോൾ അവർ സൈൻ ചെയ്ത് തരും. നമുക്കിവിടെ പറയുന്നില്ലെങ്കിൽ സൈൻ ചെയ്ത് തരും. എനിക്ക് അങ്ങനെ കേട്ടോ തന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വെയിലുണ്ട്. നമുക്ക് ഇറങ്ങി എങ്ങനെ നിൽക്കും എന്ന് കരുതി ഇന്നപ്പോഴാണ് അങ്ങോട്ട് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതും ബസ് വരുന്ന കണ്ടു. ഞങ്ങൾ പിന്നെ ഓടി അതിനകത്ത് കയറി. പക്ഷെ വിശന്ന് പണ്ടാരെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ബസ്സിൽ കയറണം എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിനകത്ത്. പക്ഷെ ബസ് കണ്ടപ്പോഴത്തേക്ക് ചാടി അങ്ങ് കയറി. കൊല്ലം ബസ് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഇതാ കൊല്ലത്ത് വന്ന് ഇറങ്ങി. സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് എന്തെങ്കിലും ഇത്തിരി കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ല. കാരണം എനിക്ക് തല കറങ്ങിയിട്ടേ ഇരിക്കുകയായിരുന്നു. കാരണം രാവിലെ ഫുഡ് അങ്ങനെ ഒന്നും കഴിച്ചതും ഉണ്ടായിരുന്നില്ല. 2 ബ്രെഡ് കൊണ്ടുപോയത് മാത്രമായിരുന്നു കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു പരിപ്പ് വടയും നാരങ്ങ വെള്ളവും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ബസ് കയറി ഇതാ നമ്മൾ പിന്നെ പുന്തലത്താഴത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോകാമെന്ന് എഴുതി കേട്ടോ. അയത്തിലെല്ലാം പണി നടക്കുകയല്ലേ, അതുകൊണ്ട് ഇനി കറങ്ങാനൊന്നും വയ്യാത്തതുകൊണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഋതു പിന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് അമ്മയുടെ അടുത്ത് ബഹളം വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഋതു ആണെങ്കിൽ അമ്മയുടെ അടുത്തൊന്നും മാറത്തില്ല. അമ്മയുടെ സാരി ഒന്നും മാറാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ കയറി അങ്ങ് ഇരിക്കുക കേട്ടോ. പിന്നെ ഫുഡ് നമുക്ക് കുഞ്ഞൻ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആളിവിടെ ഇല്ല കേട്ടോ, ആൾ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ പിന്നെ കഴിച്ചില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ പിന്നെ കുറച്ച് തണ്ണിമത്തൻ ഇരുന്നു. അത്
മുറിച്ച് കഴിക്കാമെന്ന് കരുതി. കാരണം അങ്ങ് ഭയങ്കര ചൂട് കയറിയിട്ട് വെപ്രാളം കയറിയിട്ട് വയ്യായിരുന്നു കേട്ടോ. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു നാരങ്ങ വെള്ളം പരിപ്പോടെയും കഴിച്ചതും കുടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഋതുവിന് എന്താ കുറച്ച് തണ്ണിമത്തൻ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഋതുവിന് ഞാൻ പോയപ്പോഴും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തണ്ണിമത്തൻ. അതിൽ നിന്ന് രണ്ടൊക്കെ എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ആൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ ആൾ ബഹളം വെക്കും കേട്ടോ. അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പഴവും പിന്നെ ഇതുകൊണ്ട് തണ്ണിമത്തനും പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയതും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടാണ് പോയത്. കുറുക്കുണ്ടാക്കി കൊണ്ട് പോകാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞൻ വന്നതിന് ശേഷം പിന്നെ എന്താ ഞങ്ങളിരുന്ന് 3 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. നമുക്കിന്ന് മന്തി മേടിച്ചു കേട്ടോ. സമയത്ത് ഓഫറിന് കിട്ടിയത് മന്തിയായിരുന്നു. അങ്ങനെ പിന്നെ മന്തി വാങ്ങിച്ച് അങ്ങനെ അത് കഴിച്ചു. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വെയിലടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് പിന്നെ ചായ ഇട്ടുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടെറേസ്.